നമസ്കാരം. ഒരു ഫാർമസിസ്റ്റ് എന്നാൽ ഡോക്ടറുടെ കുറിപ്പടി നോക്കി മരുന്നുകൾ എടുത്തു കൊടുക്കുന്ന ജോലി മാത്രം ചെയ്യുന്ന ഒരാളല്ല. ഔഷധ നിർമ്മാണ മേഖലയിൽ ഫാർമസിസ്റ്റുകളുടെ പങ്ക് വളരെ വലുതാണ്. മരുന്നുകളുടെ നിർമ്മാണം, ഗവേഷണം, അവയുടെ സുരക്ഷാ പരിശോധന, ഗുണനിലവാര പരിശോധന തുടങ്ങി രോഗികൾക്ക് കൃത്യമായ അളവിൽ മരുന്ന് വിതരണം ചെയ്യുക, മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തുക എന്നിങ്ങനെ പല പല പ്രക്രിയകളിലും നിർണായക പങ്ക് വഹിക്കുന്നവരാണ് ഫാർമസിസ്റ്റുകൾ. ഒരു ഫാർമസിസ്റ്റ് ആവാനുള്ള യാത്രയിൽ 4 വർഷത്തെ പഠന കാലയളവ് കൊണ്ട് അവർ കടന്നുപോകുന്ന പാഠ്യേതര വിഷയങ്ങൾ അവരുടെ ഭാവിയുടെ മൈൽ സ്റ്റോൺസ് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ബി.ഫാം കോഴ്സ് ഒരു മുടിനാരിഴയിൽ തലയ്ക്ക് മുകളിൽ തൂക്കിയിട്ട ഡെമോക്ലസിന്റെ വാളായി മാറിയ അവസ്ഥയിലാണ് കേരളത്തിലെ ഫാർമസി വിദ്യാർത്ഥികൾ. ഏത് നിമിഷവും തലനാരിഴ പൊട്ടി ശിരസിൽ പതിച്ചേക്കാവുന്ന ഒരു വാള് പോലെ അസ്വസ്ഥവും അങ്ങേയറ്റം ഭയപ്പെടേണ്ടത് എന്നുമായി മാറിയിരിക്കുകയാണ് ബി.ഫാം വിദ്യാർത്ഥികളുടെ ജീവിതം ഇപ്പോൾ. ആ തരത്തിലാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ റെഗുലേഷൻസ് കുട്ടികളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രകാരം 40% ഒരു ബി.ഫാം വിദ്യാർത്ഥിക്ക് വേണ്ട പാസ് മാർക്ക്. എന്നാൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഈ റൂളിനെ പോലും മറികടന്നുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയായ KUHS അഥവാ കുഹാസ് അത് 50% ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. സ്ട്രിക്റ്റ് വാല്യുവേഷനും തുടർച്ചയായ ഇയർ ബാഗ് സിസ്റ്റവും ഒക്കെ കൂടി ചേരുമ്പോൾ കുട്ടികൾക്ക് ബി.ഫാം എന്നത് ഒരു ബാലികേറാമലയായി മാറുന്നു. ഇതിലൂടെ ഓരോ വർഷവും ഈ ടാർഗറ്റ് മാർക്ക് സ്വന്തമാക്കാതെ കുട്ടികൾക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് കടക്കാൻ കഴിയുകയുമില്ല. മാത്രവുമല്ല, 1ഉം 2ഉം സെമിസ്റ്ററുകളിലെ എല്ലാ പേപ്പറുകളും ജയിക്കാതെ 5th സെമിസ്റ്റർ ക്ലാസ്സിൽ തുടരാനുള്ള അനുമതിയും വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെടും. ഇതോടെ അവർ ജൂനിയർ ബാച്ചിനോടൊപ്പം കോഴ്സ് തുടരേണ്ടതായി വരും. 4 വർഷത്തെ പ്രൊഫഷണൽ കോഴ്സ് ഇതോടെ 5-5.5 വർഷത്തോളമായി ഉയരും. ഇത് കുട്ടികളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടും. ഇയർ ബാഗ് സിസ്റ്റമുള്ള മറ്റെല്ലാ പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഇയർ ബാഗ് വരുന്നത് ലാസ്റ്റ് ഇയറിൽ മാത്രമാണ്. എന്നാൽ ഇവിടെ ബി.ഫാം കോഴ്സിന് മാത്രം ഇത് 3rd ഇയറിലും 4th ഇയറിലും എല്ലാം വരുന്നുണ്ട്. മാത്രവുമല്ല, ബി.ഫാം ഒഴികെ മറ്റെല്ലാ കോഴ്സുകൾക്കും ക്ലാസ് പ്രമോഷനും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയാകട്ടെ ഫാർമസി സ്റ്റുഡൻസിന് മാത്രം അതുപോലും നിഷേധിക്കപ്പെടുകയാണ്. വിദ്യാർത്ഥികളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അസഹനീയമായ ഒരു മാനസികാവസ്ഥയിലേക്ക് തന്നെയാണ്. വർഷങ്ങളായി ബി.ഫാം സ്റ്റുഡൻസ് ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്നോ അവർ ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദവും ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട് എന്നോ പലർക്കും അറിയുക പോലും ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത. കുട്ടിത്തത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിന്നും കോളേജ് വിദ്യാർത്ഥിയിലേക്കുള്ള പറിച്ചുനടിയിലിന്റെ വേവ് ഉണങ്ങും മുൻപ് തന്നെ അക്കാദമിക് ജീവിതത്തെ വെറുക്കാൻ പഠിപ്പിക്കുന്നതാണ് ഇത്തരം കാടൻ നിയമങ്ങൾ. ക്ലാസ്സിൽ വർത്തമാനം പറഞ്ഞവനെ പെൺകുട്ടികൾക്ക് നടുവിൽ കൊണ്ടിരുത്തി ശിക്ഷിക്കുന്ന 5ാം ക്ലാസ്സുകാരന്റെ പോലെ ഓരോ വർഷവും മൂല്യനിർണയത്തിന് ശേഷം കൗമാരം കടന്ന വിദ്യാർത്ഥിയെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ജൂനിയർ വിദ്യാർത്ഥികൾക്കൊപ്പമിരുത്തി ശിക്ഷിച്ചും ശാസിച്ചും പഠിപ്പിക്കുന്ന കുഹാസിന്റെ ഈ നിയമം പൊളിച്ചെഴുതപ്പെടേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് അവന്റെ വിദ്യാഭ്യാസ കാലം. എന്നാൽ ഇവിടെ വിദ്യാർത്ഥികൾ കേവലം പരീക്ഷാ ചൂടിനപ്പുറം സമ്മർദ്ദത്തിന്റെയും നാണക്കേടിന്റെയും ഒക്കെ പടുകുഴിയിലേക്ക് പുറന്തള്ളപ്പെടുകയാണ്. ഇയർ ബാഗ് വരുന്ന കുട്ടികൾക്ക് ആ വർഷത്തെ ഫീസ് വീണ്ടും അടയ്ക്കേണ്ടതായും വരുന്നു. ഇതും മറ്റൊരിടുത്തിയായി വന്നു വീഴുന്നു. സ്വാഭാവികമായും ബിസിനസ് മൈൻഡായ കോളേജുകാർ പണത്തിന് വേണ്ടി മുൻതൂക്കം നൽകുമ്പോൾ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളും പ്രയത്നങ്ങളുമെല്ലാം അവിടെ കരിഞ്ഞു തുടങ്ങുന്നു. കേരളത്തിലെ പല കോളേജുകളിൽ നിന്നും സമാനമായി ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികൾ മാർച്ച് മാസം 1-ാം തീയതി യൂണിവേഴ്സിറ്റിയിലെത്തി അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അവതരിപ്പിച്ചു. എന്നാൽ അനുഭവപൂർണമായ യാതൊരുവിധ നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. നിയമങ്ങൾ മുഴുവനായി മാറ്റാനുള്ള ഒരു ശ്രമമല്ല ഇവിടെ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. വരാനിരിക്കുന്ന സപ്ലിമെന്ററി പരീക്ഷയിൽ പാസ്സായാൽ സ്വന്തം ക്ലാസ്സിൽ തുടരാനുള്ള അനുമതിയെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ അതൊരു സഹായഹസ്തമായേനെ. സപ്ലിമെന്ററി എക്സാമിലും തോൽവി നേരിട്ടാൽ പാസ്സായില്ല എങ്കിൽ ജൂനിയർ ബാച്ചിനോടൊപ്പം തുടരാനും വിദ്യാർത്ഥികൾ തയ്യാറാണ്. എന്നാൽ അതിനുള്ള ചാൻസ് പോലും നൽകാത്ത യൂണിവേഴ്സിറ്റിയുടെ കടുംപിടുത്തത്തോട് തികഞ്ഞ പുച്ഛം മാത്രമേ ഏതൊരു വിദ്യാർത്ഥിക്കും തോന്നൂ.
ഗുരുകുല സമ്പ്രദായത്തിലെ ശിക്ഷാവിധികൾ ഇതിലും എത്രയെത്ര ഭേദമെന്ന് നമുക്ക് തോന്നിപ്പോകും. ഓരോ ദിവസവും കടന്നു പോകാൻ വളരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടവർ. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വരുന്നവരും ലോൺ എടുത്ത് പഠിക്കുന്നവരുമെല്ലാം അവർക്കിടയിൽ തന്നെയുണ്ട്. എന്നാൽ ബിഫാം എന്നൊരു കോഴ്സ് എടുത്തുപോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് സ്വന്തം മാനസിക നില പോലും താളം തെറ്റുന്ന തലത്തിലേക്ക് ആ കുഞ്ഞുങ്ങളെ തള്ളിവിടാതിരിക്കുക എന്ന ബാധ്യത തീർച്ചയായും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്ന പൊന്നു തമ്പുരാന്മാർക്കുണ്ട്. ഓരോ കുടുംബത്തിന്റെയും അത്താണിയാകേണ്ടവരാണ് ആ കുഞ്ഞുങ്ങൾ. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളുമായാണ് അവർ പഠിക്കാനായി അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്ന കുട്ടികൾക്ക് മുന്നിലേക്ക് മല്ലയുദ്ധത്തെക്കാൾ കടപ്പമേറിയ പരീക്ഷാ സമ്പ്രദായങ്ങൾ വെച്ചു നീട്ടുമ്പോൾ കുട്ടികളെ അത് മാനസികമായി തകർത്ത് കളയുമെന്ന വസ്തുത ഗൗരവതരമായി തന്നെ നാം ചിന്തിക്കുകയും ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുകയും വേണ്ടതാണ്. മറ്റൊരു കോഴ്സുകൾക്കും ഇല്ലാത്തത്ര റെഗുലേഷൻസ് എന്തിന് ബിഫാമിന് മാത്രം എന്നത് വിദ്യാർത്ഥികളുടെ വർഷങ്ങളായുള്ള ഉത്തരമില്ലാത്ത ചോദ്യമായി തുടരുന്നു. യൂണിവേഴ്സിറ്റി നിയമങ്ങളിലെ മൊത്തത്തിൽ മാറ്റം വരുത്തുക എന്നതല്ല അവർ ഇവിടെ ആവശ്യപ്പെടുന്നത്. മറിച്ച് സ്വന്തം ബാച്ചിനോടൊപ്പം കോഴ്സ് തുടരാനുള്ള അനുമതിയാണ് അവർ കേഴുന്നത്. അതിനുവേണ്ട ചില പൊളിച്ചെഴുത്തുകൾ യൂണിവേഴ്സിറ്റി അധികൃതർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തേ മതിയാകും. അല്ലാത്ത പക്ഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ലോക ജനതയ്ക്ക് മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും. ഇനിയുള്ള തലമുറ അവരുടെ ഭാവി ഭദ്രമാക്കാൻ വിദേശങ്ങളിലേക്ക് ചേക്കേറും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ കടംപിടുത്തങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വളരെ വലുതായിരിക്കും. ഓർമ്മയിരിക്കട്ടെ.